അനീസ് ഫുഡ്സ് ആൻഡ് ടെക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ കാലത്ത് നമ്മളങ്ങ് മുടിയങ്ങ് പഠിച്ചിട്ടോ. കാരണം 1.5 മാസം വെയിറ്റ് ചെയ്ത് ബാർബർ ഷോപ്പ് തുറക്കാൻ വേണ്ടി. ഇനി തുറക്കില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ മുട്ടയങ്ങ് അടിച്ച് പോയിട്ട് തന്നെ ഇനി ഒരു 3 മാസത്തേക്ക് ഇതിനെപ്പറ്റി ചിന്തിക്കണ്ടല്ലോ. ഓക്കെ, ഇനി കുറച്ച് നേരം നമ്മൾ ഈ ലുക്കിലായിരിക്കും ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ഡിഷിലേക്ക് പോകാം. ഇത് നമ്മളൊരു സ്പെഷ്യൽ ഡിഷാണ് നമ്മൾ ചെയ്യുന്നത്. ബത്തക്ക വെള്ളവും ചിക്കൻ ഫ്രൈ. ഓക്കെ, ഇതിൻ്റെ കോമ്പിനേഷൻ എങ്ങനെയുണ്ട് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ നമുക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങാം. അപ്പോൾ കഴുകി വൃത്തിയാക്കി എടുത്ത ചിക്കൻ നമ്മൾ ഒരു ബട്ടറിലേക്ക് എടുത്ത് മാറ്റാം. സാമാന്യം വലിപ്പത്തിൽ തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കട്ട് ചെയ്ത ചിക്കനിൽ നമ്മൾ ആദ്യമേ വരയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല മസാല പിടിക്കാൻ വേണ്ടി നല്ല കത്തിനോട് വരഞ്ഞ് പിടിപ്പിച്ചിട്ടുണ്ട്. എല്ലാ പീസും നമ്മൾ വരഞ്ഞ് പിടിപ്പിക്കാം. ഫസ്റ്റ് അതിലേക്ക് നമുക്ക് ഇഞ്ചിയും അതുപോലെ വെളുത്തുള്ളി, ചെറിയ ഉള്ളി ഇതൊക്കെ അരച്ചെടുത്ത പേസ്റ്റ് നമുക്ക് ആഡ് ചെയ്യാം. പിന്നെ കുറച്ച് നമ്മൾ മഞ്ഞൾപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാം. സാധാ മുളക് പൊടി ഒരു 2 ടീസ്പൂണ്. കളറിന് വേണ്ടി നമുക്ക് നല്ല കാശ്മീരി ചില്ലി നമുക്ക് നല്ലോണം ആഡ് ചെയ്യണം. അതാണ് ഇതിന് മെയിനായിട്ട് കളർ ചെയ്യുന്നത്. ഒരു അരപ്പാതി ചെറുനാരങ്ങ നമുക്ക് മുറിച്ചതിനകത്ത് ചെറുനാരങ്ങ നീരിപ്പിക്കാം. മുഴുവനും വേണ്ട, കുറച്ച് ചിക്കനുള്ളതുകൊണ്ട് നമുക്ക് ഒരു അരക്കഷ്ണം ചെറുനാരങ്ങ പിഴിഞ്ഞാൽ മതിയാവും. തൈര് ഉണ്ടെങ്കിൽ തൈര് യൂസ് ചെയ്യാം കേട്ടോ. ചെറുനാരങ്ങ വേണം നിർബന്ധമൊന്നുമില്ല, തൈരുണ്ടായാലും മതി. ഒരു ഫുൾ മുട്ട നമ്മൾ മിക്സ് ചെയ്തതിനകത്തേക്ക് ആഡ് ചെയ്യാം. ഒരു ഫുൾ മുട്ട. ഉപ്പ് നമ്മൾ പാകത്തിന് ആഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ പാകത്തിന് ആഡ് ചെയ്യണം. പിന്നീട് ചെക്ക് ചെയ്തിട്ട് ഉപ്പ് പോരാ സമയത്ത് നമുക്ക് ഇട്ട് കൊടുക്കാം. ഒരു കയ്യിൽ മൈദ ആഡ് ചെയ്യാം. ഒരു കയ്യിൽ മാത്രം ഇട്ടാൽ മതി. ചെറുത്രയിലേ ഉള്ളൂ ചിക്കൻ. 1 കിലോൻ്റെ ചിക്കനേ ഉള്ളൂ. അപ്പോൾ ഒരു വലിപ്പം മീഡിയം സൈസിലുള്ള ഒരു കയ്യിൽ മൈദ ഇട്ടാൽ മതി. നമ്മൾ കോൺഫ്ലവർ കുറച്ച് നമ്മൾ ആഡ് ചെയ്യണം. മൈദ ഇട്ടതിൻ്റെ ഡബിളായിട്ട് തന്നെ കോൺഫ്ലവർ നമ്മൾ ആഡ് ചെയ്യാം. നമ്മളിപ്പോൾ ഈ സ്പൂണിൽ ഒരു 2.5 സ്പൂണ് അതിൻ്റെ അകത്ത് ആഡ് ചെയ്യുന്നുണ്ട്. നമുക്കിത് കംപ്ലീറ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കംപ്ലീറ്റ് ഇതിൻ്റെ അകത്തുള്ള ലെമൺ ജ്യൂസിൽ മുട്ടയിൽ മാത്രം നമ്മൾ ഇതിനെ മിക്സ് ചെയ്തെടുക്കുക. ചിക്കൻ കംപ്ലീറ്റ് നമ്മൾ മസാല ഏതാണ്ട് എല്ലാ പീസിലും നമ്മൾ മസാല ആക്കി വെച്ചു. ഇനി നമുക്കിതൊരു 1.5 മണിക്കൂർ നമുക്ക് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. അപ്പോൾ നമുക്കിതൊന്ന് അടച്ച് വെക്കാം. ഒരു 1.5 മണിക്കൂർ മാരിനേറ്റ് ആയതിനു ശേഷമാണ് നമുക്കിത് ഫ്രൈ ചെയ്യാം. ഓക്കെ, നമുക്ക് ആ സമയം കൊണ്ട് ബത്തക്ക ജ്യൂസ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ സാമാന്യം വലിപ്പമുള്ളൊരു ബത്തക്കിനെ എടുത്തിട്ടുണ്ട്. നമുക്കത് നമുക്ക് നടുവ് കട്ട് ചെയ്യാം. ബത്തക്ക ഒരു പാതി എടുക്കാം. നമുക്ക് നല്ല റൗണ്ടിൽ നമ്മൾ കുത്തി കൊടുക്കുക. പെട്ടെന്ന് നമുക്ക് ഇളകി വരാൻ വേണ്ട കേട്ടോ. അപ്പോൾ നമ്മളെന്ത് പറയുക വെച്ചാൽ കട്ട് ചെയ്ത പീസോടെ നമുക്ക് ഇങ്ങനെ കോരിയെടുക്കണം. കോരിയെടുത്തിട്ട് നമ്മൾ ഒരു പാത്രത്തിലേക്ക് മാറ്റുക. നമ്മൾ ബത്തക്ക മുഴുവനും നമ്മൾ ഒരു പാത്രത്തിലേക്ക് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം പഞ്ചസാര വെള്ളം അടിച്ചെടുക്കാം. അതിന് ശേഷം ഇത് നമുക്ക് ജാറിട്ടെടുക്കാം. അപ്പോൾ നമുക്ക് ആദ്യം പഞ്ചസാര അടിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ പഞ്ചസാര വെള്ളം അടിച്ചെടുത്തിട്ടുണ്ട്. ഞാനൊരു 12 സ്പൂൺ പഞ്ചസാരേൻ്റെ തേടി ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം എന്താ വെച്ചാൽ ഒരു ഫുൾ ബത്തക്ക എടുക്കുന്നതുകൊണ്ട് പഞ്ചസാര നമുക്ക് കൂടുതൽ വേണം. നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട്. നമുക്കതിന് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. നമ്മൾ അതേ ജാറിൽ ബത്തക്ക മുറിച്ച് വെച്ച ഈ പീസുകൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഈ ബത്തക്കയിൽ കുരുവിട്ട് അടിച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ജ്യൂസിൻ്റെ ക്വാളിറ്റി കുറയില്ലേ? അപ്പോൾ അതിനൊരു എളുപ്പ വഴിയുണ്ട്. നമ്മൾ ഇപ്പോഴത്തെ എല്ലാ മിക്സിയിലും റിവേഴ്സ് ആക്ഷൻ ഉണ്ട്. അപ്പോൾ ഈ സാധാരണ അരക്കുന്ന പോലെ അരക്കാതെ ഈ മിക്സിയിൽ ഇട്ടതിന് ശേഷം നമ്മൾ റിവേഴ്സ് ആക്ഷൻ മാത്രം കൊടുക്കാം. 3 തവണ കൊടുക്കുമ്പോഴേക്കും ജ്യൂസ് അടിഞ്ഞാലുണ്ടാവും, കുരു അടിയോ ഇല്ല. അപ്പോൾ ഇത് നമുക്ക് അരിച്ചെടുത്ത് കഴിഞ്ഞാൽ കുരു ഇല്ലാതെ തന്നെ നല്ല അടിപൊളി ബത്തക്ക ജ്യൂസ് നമുക്ക് കിട്ടും. നമ്മൾ ബത്തക്ക മുഴുവനും അടിച്ചെടുത്ത് പഞ്ചസാര വെള്ളം കൂടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് അല്പം ഈസ്റ്റ് ആഡ് ചെയ്യാം. ഈസ്റ്റും പഞ്ചസാര വെള്ളം കൂടെ എല്ലാം കൂടെ മിക്സ് ആയിട്ട് ഒരു 2 മണിക്കൂറാകുമ്പോൾ നല്ല പുളിരസം വരും. നമുക്ക് ഫ്രൈ ചെയ്ത ചിക്കൻ്റെ കൂടെ നല്ല ടേസ്റ്റായി പുളിയുള്ള ജ്യൂസ് കുടിക്കാൻ വേണ്ടി. ഓക്കെ, അപ്പോൾ ഇത് നമുക്കൊന്ന് അടച്ച് വെക്കാം. അപ്പോൾ നമുക്ക് ചിക്കൻ ഫ്രൈ ആക്കാൻ തുടങ്ങാം. കാരണം മാഗ്നറ്റ് ചെയ്തിട്ട് ഏതാണ്ട് 1.5 മണിക്കൂർ കഴിഞ്ഞു. അപ്പോൾ നമ്മളെ കടായിലുള്ള എണ്ണ തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. എണ്ണ ഇങ്ങനെ തിളച്ച് വരാൻ വേണ്ടി പോവാണ്. ഓക്കെ, നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോൾ മാക്സിമം ഇരുമ്പിൻ്റെ കടായി തന്നെ ഉപയോഗിക്കണം കേട്ടോ. എന്നെങ്കിലും ആ ടേസ്റ്റ് കിട്ടും. അലുമിനിയം സ്റ്റീൽ പാത്രങ്ങളൊന്നും വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ക്വാളിറ്റി കിട്ടില്ല. അപ്പോൾ എണ്ണ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ചിക്കൻ പീസ് അതിലേക്ക് ഇടാം. അപ്പോൾ എണ്ണ നല്ല പൊരിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. പൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ചായിട്ട് എടുക്കുന്നത് ബെറ്റർ. ജസ്റ്റ് നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം, ഇല്ലെങ്കിൽ നമുക്ക് ഇതെല്ലാം അടുക്കി പിടിച്ചു. ജസ്റ്റ് നമ്മളൊന്ന് ഇളക്കി കൊടുക്കുക.
ചിക്കൻ നല്ല ഫ്രൈ ആയി വരുന്നുണ്ട് കേട്ടോ. നല്ല കോൺഫ്ലവർ ആയിട്ട് നല്ല ക്രിസ്പി സാധനം. നമ്മളെ വത്തക്ക വെള്ളം റെഡിയാക്കി അവിടെ വെച്ചിട്ടുണ്ട്. നല്ല കറുമുറ എന്നുള്ള ചിക്കൻ ഫ്രൈയും നല്ല പുള്ളി രസമുള്ള വത്തക്ക വെള്ളം കൂടെ കഴിക്കുന്നുണ്ടല്ലോ. ആ ഒരു ടേസ്റ്റ്, ആ ഒരു എന്താ പറയുക സംതൃപ്തി ഉണ്ടല്ലോ. നമ്മളത് കഴിച്ച് നോക്കാൻ നമുക്കത്. ചിക്കൻ നല്ല ക്രിസ്പി ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമ്മളെ ഫ്രൈ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ക്രിസ്പി സാധനമായിട്ടുണ്ട്. ക്രിസ്പി ആയിട്ടുള്ള സാധനം. നല്ല അടിപൊളി. നല്ല ചിക്കനൊക്കെ മുരിഞ്ഞ് വന്നിട്ടുണ്ട്. നമ്മളൊരു ഒരുമിച്ചെടുത്ത് ഇട്ട് കഴിഞ്ഞാൽ നേരാണ് ക്രിസ്പി ആവില്ല. അതുകൊണ്ട് നമുക്ക് 2-3 ഘട്ടങ്ങളായിട്ട് എഴുന്നേറ്റ് നമുക്ക് നല്ലത്. ചിക്കൻ ഇങ്ങനെ മൊരിഞ്ഞ് വരിക. ഈ സൈഡൊക്കെ തിരിച്ച് ഉള്ളൊക്കെ നല്ലോണം വേവട്ടെ. നല്ല ക്രിസ്പി ആയിട്ടുണ്ട് കേട്ടോ. നമ്മളെ ലാസ്റ്റ് കേട്ട ചിക്കൻ ഫ്രൈ റെഡിയായി വരുന്നുണ്ട്. അപ്പോൾ നമ്മളെ ചിക്കൻ കംപ്ലീറ്റ് ഫ്രൈ ആയിട്ടുണ്ട്. ഓരോ വത്തിലൊക്കെ മാറ്റണം. ക്രിസ്പി സാധനമായിട്ടുണ്ട് കേട്ടോ. ടോപ്പ് സാധനമായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളെ ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ക്രിസ്പി ചിക്കൻ ഫ്രൈ ഇതാ ഓക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ചിക്കൻ ഫ്രൈയും വത്തക്കവെള്ളം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ മാധവാളിൻ്റെ ശശാളിലൊക്കെ എത്തിയിട്ടുണ്ട് നമ്മൾ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ചോദിച്ചൊക്കെ എങ്ങനെയുണ്ടെന്ന്. അടിപൊളി, സൂപ്പറായി. നാടൻ ഫ്രൈയാ. ഇത് രണ്ടാമത്തെ പരിപാടി അല്ലേ? രണ്ടാമത്തെ അല്ല, ഫുഡില് രണ്ടാമത്തെ അല്ലേ? വേറെ ജ്യൂസും മറ്റേ ചക്കപ്പൂർ ഷേക്കൊക്കെ ശരിയാ. ഇത് വരുമ്പോൾ മധുരമില്ലാണ്ട് വെറുതെ. അപ്പോൾ എന്നാൽ നമ്മൾ ട്രൈ നോക്കണം വത്തക്കവെള്ളം ചിക്കൻ ഫ്രൈ. അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബായ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ.